ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 241. ഇന്ന് നമ്മൾ നോക്കുന്ന കാരടം 6 അനുഭാഗം 10 സൂക്തം 93 ആണ്. ഇവിടെ നമ്മുടെ ദോഷകരമായി ബാധിക്കുന്ന ചില സംഗതികളെ പറ്റിയെല്ലാം പറയുന്നത്. നമുക്ക് ദോഷം ചെയ്യുന്ന ചില ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ചില കാര്യങ്ങൾ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 10 സൂക്തം 93. ഋഷി, ശന്താദി, ദേവത, യമൻ മുതലായ മന്ത്രോക്താക്കൾ ഛന്ദസ് തൃഷ്ടുപ്പ്. യമോ മൃത്യുരഘമാരോ നിർധോ ബഭ്രൂ ശർവോസ്താ നീലശിഖണ്ഡ ദേവജനാഃ സേനയോതസ്തി വാംസസ്തേ അസ്മാകം പരിവൃഞ്ജന്തു വീരാൻ മനസാ ഓമൈരഹരസാ ഹൃതേന ശർവായസ്ത്ര ഉദരാജ്ഞേ ഭവായ നമസ്തേഭ്യോ മന ഏഭ്യഃ കൃണോമ്യന്യത്രാസ്മദഥ വിഷാ നയന്തു ത്രിയധ്വം നോ അഖവിഷാഭ്യോ വധദ്വിശ്വേ ദേവ മരുതോ വിശ്വവേദസഃ അഗ്നിശോമ വരുണഃ ഭൂതദക്ഷാവാതാപർജന്യയോഃ സുമതൗ സ്യാമ. ഭാവാർത്ഥം: പാവദേവതയായ യമനും മൃത്യുകാരകനും നീലശിഖണ്ഡ ദേവതയും ഗർവക്ഷേപ്താവും പാപികളെ നിവാരണം ചെയ്യുവാൻ സഞ്ചരിക്കുന്നു. നമ്മുടെ പുത്രപൗത്രാദികൾ ഇവരുടെ പീഡ ഏൽക്കാതിരിക്കട്ടെ. ഘൃതം, യജ്ഞം, ശിവം, അസ്ത്രം ഇവയുടെ സ്വാമിയായ രുദ്രനെയും മന്ത്രത്താലുള്ള യോഗങ്ങളെയും ഞാൻ നമിക്കുന്നു. അതിലൂടെ പ്രസന്നരായിട്ട് അവർ പാപത്തെ അകറ്റട്ടെ. ഈ മരുദ്ഗണങ്ങളും വിശ്വദേവകളും പാപത്തിൽ നിന്നും അവരുടെ മാരക ആയുധങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. വായുവും മേഘവും അനുഗ്രഹം ചൊരിയുക. വരുണനും മിത്രനും അഗ്നിയും സോമനും ഞങ്ങളെ രക്ഷിക്കുക. പാപദേവതയായ യമനും മൃത്യുകാരകനും. അപ്പോൾ ഈ യമൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്, ഒരു ദേവതയാണ്. അത് ശനിഗ്രഹമാകാം. വേറെ ഗ്രഹങ്ങളെല്ലാം നീചഗ്രഹങ്ങൾ, നീചസ്ഥാനത്ത് നിൽക്കുന്നതെല്ലാം യമനെ കൊണ്ട് ചിന്തിക്കാം. മൃത്യുകാരകൻ, അതേപോലെ തന്നെ മൃത്യുവിൻ്റെ കാരകത്വമുള്ള ഗ്രഹങ്ങൾ. ഒരാളുടെ ജാതകത്തിൽ മൃത്യു സംഭവിക്കുന്നത് ഏതെങ്കിലും ശനി മാത്രം വിചാരിച്ചാലൊന്നുമല്ല മൃത്യു സംഭവിക്കുക. മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം മൃത്യുക്ക് കാരണമാണ്. അതുകൊണ്ടാണ് മൃത്യുകാരകൻ. ഒരു ജാതകത്തിൽ ഏതാണോ ഗ്രഹം മരണത്തിന് കാരണമായി നിൽക്കുന്നത് ആ ഗ്രഹവും. നീലശിഖണ്ഡ ദേവതയും. നീലശിഖണ്ഡ ദേവത എന്ന് പറഞ്ഞാൽ നീല എന്ന് പറയുമ്പോൾ ശനിയല്ലായിട്ട് രാഹുവിനെയല്ല, അതിൻ്റെ ശിഖണ്ഡി ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. അതെല്ലാം ഈ രാഹു അല്ലെങ്കിൽ കേതു ഇത്തരം ഗ്രഹങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് പാപഗ്രഹങ്ങൾ, പാപദേവതകളായ ഒരു ജാതകത്തിലെ പാപദേവതകൾ എന്ന് പറയുമ്പോൾ ശനി ഒന്നാണ്. പിന്നെ രാഹു, കേതുക്കൾ, കുജൻ, ചൊവ്വ ഇതെല്ലാം പാപഗ്രഹങ്ങളാണ്. പിന്നെ ജാതകത്തിൽ തന്നെ ചില നല്ല ഗ്രഹമാണെങ്കിൽ, ഇപ്പോൾ ശുക്രനാണെങ്കിൽ പോലും മരണകാരകനായിട്ട് അങ്ങനെയുള്ളവരെല്ലാം പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാം പാപികളെ നിവാരണം ചെയ്യുവാൻ സഞ്ചരിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ ലോകത്തിലെ പാപികളായവരെ നിവാരണം ചെയ്യാൻ. എല്ലാവരും ഒരു കാലത്ത് പാപിയാവും, കാരണം നമ്മളും മരിക്കുമല്ലോ. അപ്പോൾ പൊതുവെ പാപികളെ ഈ ഭൂമുഖത്ത് നിന്ന് നിവാരണം ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. നമ്മുടെ പുത്രപൗത്രാദികൾ ഇവരുടെ പീഡ ഏൽക്കാതിരിക്കട്ടെ.
അപ്പം പുത്രപൗത്രാദികൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കാട്ടി ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാർക്കൊന്നും ഇവർ ദോഷം ചെയ്യാതിരിക്കട്ടെ. ഇപ്പം വയസ്സന്മാരെയെല്ലാം മരിക്കേണ്ട ആൾക്കാരെല്ലാം അത് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ പുത്രപൗത്രന്മാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെയെല്ലാം മറ്റും കുട്ടികളെയെല്ലാം അവരെയൊന്നും ഇവരുടെ പീഡ ഏൽക്കാതിരിക്കട്ടെ. ഇത്തരം ഗ്രഹങ്ങൾ അവർക്ക് പീഡ ഉണ്ടാക്കാതിരിക്കട്ടെ. കൃതം, യജ്ഞം, ശിവം, അസ്ത്രം ഇവയുടെ സ്വാമിയായ രുദ്രൻ അപ്പോൾ ഈ ഘൃതം, യജ്ഞം, ഘൃതം എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് മരുന്നുകൾ എല്ലാം ഘൃതത്തിൽ പെടും. യജ്ഞം അതിനുള്ള കർമ്മങ്ങൾ, നമ്മൾ ശരീരത്തിലെ രോഗങ്ങളെയെല്ലാം കഷ്ടപ്പാടുകളെ അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റിലുണ്ടാകുന്ന മരണത്തിന് കാരണമാകുന്ന കാര്യങ്ങളെയെല്ലാം നല്ല യജ്ഞങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ശിവം എന്ന് പറയുന്നത് ശിവനാണ് സംഹാരമൂർത്തി. അപ്പം ശിവൻ്റെ ഒരു കാരുണ്യം. അസ്ത്രം കൊണ്ടെല്ലാം നമ്മൾ മരിക്കുമ്പോൾ അസ്ത്രം കൊണ്ട് മരിക്കാമല്ലോ. അപ്പോൾ അസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ദ്രോഹം, നമ്മളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന എന്ത് സാധനം അസ്ത്രമാണ്. ഇപ്പോൾ ഒരു വൈറസ് കയറിയാണെങ്കിൽ അത് അസ്ത്രം തൊടുത്ത് വിട്ടതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇവയുടെ എല്ലാം സ്വാമി ആരാണ്? രുദ്രനാണ്. അപ്പം ഇതെല്ലാം തന്നെ രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ രാസവസ്തുക്കളെല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇവരെല്ലാം തന്നെ രുദ്രനാലും മരുന്നുകളാലും, രുദ്രൻ എന്ന് പറയുമ്പോൾ മരുന്നിനെ എടുക്കാം, രാസവസ്തുക്കൾ, മെഡിസിന്, മന്ത്രത്താലുള്ള യോഗങ്ങളെയും, മന്ത്രത്താലുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയമാകാശം, വേദമന്ത്രങ്ങൾ, അല്ലെങ്കിൽ സയൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സാ രീതികൾ, ആ വരികൾ, വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുർവേദ ബുക്കിലുള്ള വരികൾ, മന്ത്രങ്ങൾ, അതായത് അതിനെ ചികിത്സിക്കാനുള്ള ശാസ്ത്ര തത്വങ്ങൾ, ഇതെല്ലാം മന്ത്രങ്ങൾ. വേദങ്ങളിലെ എല്ലാ സയൻസും ചുരുക്കി വിവരിച്ചിട്ടുണ്ട്. അവയെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പം വേദമന്ത്രത്താലുള്ള യോഗങ്ങളെയും ഞാൻ നമിക്കുന്നു. അപ്പം ഇതിനെല്ലാം വേണ്ടിയിട്ട് ഈ രോഗങ്ങളിൽ നിന്നെല്ലാം ഇതുവഴി ഉണ്ടാകുന്ന, നേരത്തെ പറഞ്ഞതിൽ നിന്നുണ്ടാകുന്ന മൃത്യുവിനെ മറികടക്കാൻ കൃതം ഉപയോഗിക്കാം, മരുന്ന് രൂപത്തിലുള്ളത് ഉപയോഗിക്കാം. അതിനനുസരിച്ചുള്ള കർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പ്രതിരോധ പരിപാടികൾ, ഇപ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് എല്ലാം എടുത്തിട്ട് ശരീരം ബലപ്പെടുത്തുക, യോഗാസനങ്ങൾ എടുക്കുക, യോഗത്തിനെതിരായിട്ടുള്ള പല യത്നങ്ങളുണ്ടല്ലോ. കുത്തിവെക്കൽ നടത്തുന്ന ഓരോ യത്നം തന്നെയാണ്. യത്നങ്ങളുടെയും ശിവൻ എന്ന് പറഞ്ഞാൽ രുദ്രഗണങ്ങൾ, അസ്ത്രങ്ങളും നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമിക്കുകയാണ്. അതോടെല്ലാം നമിക്കാനേ പറ്റൂ, അല്ലാതെ അവരോടൊന്നും നമ്മൾ കയറിയിട്ട് അറ്റാക്ക് ചെയ്താൽ കാര്യമില്ല. അപ്പം ഇതെല്ലാം എങ്ങനെ? മന്ത്രങ്ങളിലൂടെ. അപ്പം മന്ത്രങ്ങളെ നിയമിക്കണം, ശാസ്ത്ര തത്വങ്ങളെ, വേദത്തിലുള്ള, ആയുർവേദ പുസ്തകങ്ങളിലുള്ള, മെഡിക്കൽ പുസ്തകങ്ങളിലുള്ള വേദമന്ത്രങ്ങളെ, അല്ലെങ്കിൽ ശാസ്ത്ര തത്വങ്ങളെയെല്ലാം നമ്മൾ നമിക്കുന്നു. യോഗങ്ങളെയും, യോഗ എന്ന് പറയുന്ന പലതരം വിദ്യകളുണ്ട്, അവയെല്ലാം യോഗാഭ്യാസം എന്നുള്ള നിലയിലും വേണമെങ്കിൽ എടുക്കുക, അതിലൂടെ രോഗം മാറും. അവയെല്ലാം ഞാൻ നമിക്കുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? അതിലൂടെ പ്രസന്നനായി അവർ പാപത്തെ അകറ്റട്ടെ. അപ്പം ഇത്തരം ഗ്രഹങ്ങളിലൂടെയെല്ലാം ഉണ്ടാകുന്ന രോഗങ്ങളെ, കാലം പോലെയുള്ള, നേരത്തെ പറഞ്ഞു, അതിലൂടെയെല്ലാം ഉണ്ടാകുന്ന നമ്മളുടെ രോഗങ്ങളെയെല്ലാം, ആപത്തുകളെയെല്ലാം, ആ പാപത്തെയെല്ലാം, ഇവയെല്ലാം അകറ്റട്ടെ. ഏത് മെഡിസിനായാലും യോഗ പോലെയുള്ളതായാലും യജ്ഞങ്ങളിലൂടെ അല്ലെങ്കിൽ മരുന്നുകളിലൂടെ, അതിന് യോജിച്ച ശാസ്ത്ര വിധികളിലൂടെ, ഇവയിലൂടെയെല്ലാം നമ്മളെ പാപങ്ങളെ അകറ്റട്ടെ. ഈ മരുദ്ഗണങ്ങളും വിശ്വദേവങ്ങളും പാപത്തിൽ നിന്നും അവരുടെ മാരക ആയുധങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കട്ടെ. മരുദ്ഗണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രഹങ്ങളെല്ലാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അവ നമ്മളെ നാഡികളിലൂടെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനുണ്ട്, നേരത്തെ അശ്വിനി കുമാരന്മാരെ പറ്റി പറഞ്ഞു, അതിൽ നിന്നുള്ള ഫലങ്ങൾ, അല്ലെങ്കിൽ മരുത്തുക്കളും എല്ലാം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്?
പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മരുത്തുക്കൾ എല്ലാം ആകർഷണ ബലത്താലും അവയുടെ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ നാഡികളിലൂടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവരും നമ്മളെ രക്ഷിക്കട്ടെ. വായുവും മേഘവും. വായുവും മേഘം എന്ന് പറഞ്ഞാൽ വായു ആവശ്യമാണല്ലോ. ശുദ്ധവായു ശ്വസിക്കുന്ന ബ്രീത്തിങ് എക്സസൈസ് എടുത്താലല്ല രോഗങ്ങൾ മാറുന്നു എന്ന് പറയുന്നുണ്ട്. യോഗയിലുള്ള പ്രാണായാമങ്ങളുടെയും രോഗമാറ്റം. ഇതിലെ വായു നമുക്ക് ആവശ്യമാണല്ലോ. ശുദ്ധമായ വായു കിട്ടാറുണ്ടല്ലേ ഓക്സിജൻ കൊടുക്കുന്നത് ആശുപത്രിയിൽ. അപ്പം വായുവും മേഘവും. മേഘം എന്ന് പറയുമ്പോൾ മഴ പെയ്യ്ക്കുകയും അതിലൂടെ അത് ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ്. ഇപ്പം വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗം വരും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉഷ്ണകാലത്ത് പല രോഗങ്ങളുണ്ട്. ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് ആ രോഗങ്ങളിൽ നിന്ന് മുക്തമാകുന്നുണ്ട്. അപ്പം മേഘങ്ങളും അതിനെ സഹായിക്കുന്നുണ്ട്. മേഘവും അനുഗ്രഹം ചൊരിയുകയും അവരും അനുഗ്രഹം ചൊരിയുന്നുണ്ട്. പിന്നെ എന്താണ്? വരുണനും മിത്രനും അഗ്നിയും. വരുണൻ എന്ന് പറഞ്ഞാൽ ഏത് മരുന്ന് കഴിച്ചാലും അതിൻ്റെ എല്ലാം പ്രവർത്തനം ഏതിൽ കിടക്കുന്നു? ആ ഓർബിറ്റുകളുടെ ഇലക്ട്രോണിനനുസരിച്ച്. വരുണം എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിലെ അല്ലെങ്കിൽ മെഡിസിൻ്റെ അകത്തുള്ള ഓർബിറ്റുകളിലുള്ള ആറ്റങ്ങൾ, ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ മരുന്നിലൂടെ അവയുടെ രാസപ്രവർത്തനത്തിലൂടെ രോഗാണുക്കളെയെല്ലാം ഇല്ലാതാക്കുന്നു. മിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂല സാഹചര്യം. അപ്പം മിത്രനും അനുകൂല സാഹചര്യത്തിൽ മരുന്നുകൾ ഉപയോഗിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അനുകൂല സമയത്ത് കഴിക്കണം. ഡോക്ടർ പറയും ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇത്ര സമയം കഴിക്കും, അല്ലെങ്കിൽ ഇത്ര മുമ്പിൽ. ചിലത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം അനുകൂല സാഹചര്യങ്ങളാണ്. മരുന്ന് പ്രയോഗിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ എന്ത്? അഗ്നിയും. എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ശരീരത്തിലെ രോഗത്തിനെതിരായിട്ട് പൊരുത്തുന്നുണ്ടെങ്കിൽ അവിടെ അഗ്നിയാണ് എല്ലാ കർമ്മങ്ങളെയും ഏറ്റെടുത്ത് എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ ഊർജത്തിൻ്റെ സഹായത്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ ശരീരത്തിൽ രോഗങ്ങൾക്കെതിരായി പൊരുതുന്നതിനും ഊർജം ആവശ്യമുണ്ട്. സോമൻ എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ അധിപൻ, ചന്ദ്രൻ. അല്ലെങ്കിൽ ചെടികളെല്ലാം സോമനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ചെടികളിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ചന്ദ്രൻ തന്നെ നമ്മളെ നാഡികളെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചില വാവ് നാളിലെല്ലാം രോഗം കൂടും. അപ്പം ചന്ദ്രനും നമ്മളെ രോഗങ്ങൾ ആ വാവ് മാറുമ്പോഴും നമ്മളെ രോഗം മാറുന്നു. അപ്പം ഗ്രഹങ്ങളും ചന്ദ്രനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ രോഗങ്ങളെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അവരെല്ലാം നമ്മളെ രക്ഷിക്കട്ടെ. അപ്പോഴിവിടെ നമ്മളെ രോഗങ്ങൾക്ക് കാരണമായ ഗ്രഹാദികളെ പറ്റിയെല്ലാം പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾക്കെതിരായിട്ട് നമ്മളെ ശരീരത്തിന് പ്രതിരോധം തീർക്കുന്ന ഘടകങ്ങളും പലതും പറഞ്ഞു. എന്തുണ്ട്? സയൻസുണ്ട്, ഘൃതങ്ങളുണ്ട്, അതിനുള്ള യജ്ഞങ്ങളുണ്ട്, ശിവമുണ്ട്, പിന്നെ മന്ത്രങ്ങളുണ്ട്, വേദമന്ത്രങ്ങളെ ശാസ്ത്ര തത്വങ്ങളുണ്ട്. പിന്നെ എന്തുണ്ട്? മരുദ്ഗണങ്ങളും വിശ്വദേവതകളും ആകാശത്തുള്ള ചന്ദ്രനും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. രോഗങ്ങളെ മാറുന്നതിൽ സഹായിക്കുന്നുണ്ട്. ആറ്റങ്ങളിലെ ഓർബിറ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അനുകൂല സാഹചര്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് അനുകൂല സാഹചര്യം വരുമ്പോൾ പല രോഗങ്ങളും മാറും. കണ്ണ് രോഗമെല്ലാം വരുന്ന ഒരു പ്രത്യേകം പ്രതികൂല സാഹചര്യത്തിലാണ്. പകർച്ചവ്യാധികളെല്ലാം. അപ്പോൾ ആ ചൂടെല്ലാം പോകുമ്പോൾ കണ്ണ് രോഗത്തിൻ്റെ കൂട്ടത്തിൽ. അപ്പം മിത്രം അനുകൂലമായ സാഹചര്യത്തിൽ നമ്മളെ രോഗങ്ങളെല്ലാം മാറും. ചില സീസണിൽ നമുക്ക് ചില രോഗങ്ങൾ വരും, പക്ഷേ വേറെ സീസണിൽ അത് കുറയും. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളാണ് ഒരു ചികിത്സയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം അനുകൂല ഘടകങ്ങൾ ഉണ്ടായാൽ നമ്മളെ രോഗങ്ങൾ മാറും. അതേപോലെ തന്നെ രോഗത്തിന് കാരണമാക്കുന്നുള്ള ഗ്രഹങ്ങളെല്ലാം ഇവിടെ ഗ്രഹങ്ങളും അവയുടെ കാരകത്വങ്ങളെല്ലാം അവിടെ ആദ്യം പറയുകയും ചെയ്തു.